ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഉണ്ട്. അതിനകത്ത് ഒരു RR310 ഓണർ പുള്ളിയുടെ വണ്ടിയിൽ E20 പെട്രോൾ, അതായത് 91 ഒക്ടേൻ പെട്രോളും 95 ഒക്ടേൻ പെട്രോളും നമ്മൾ ഉപയോഗിക്കുന്നതിൽ പുള്ളിക്ക് മൈലേജ് കൂടിയെന്ന് പറയുന്നൊരു വീഡിയോ. അതെന്താ സംഭവം എന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം, ഇപ്പം 91 ഒക്ടേൻ ആണെങ്കിലും ശരി 95 ഒക്ടേൻ ആണെങ്കിലും ശരി, രണ്ടും E20 ബ്ലെൻഡായിട്ട് വരുന്ന പെട്രോളാണ്. 100% പെട്രോൾ വരുന്നത് 100 ഒക്ടേൻ പെട്രോളിന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അതിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. പിന്നെ പുള്ളിക്ക് മൈലേജ് കൂടുതൽ കിട്ടി എന്ന് പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, RR310 പോലുള്ള വണ്ടികൾ എന്ന് പറയുന്നത് ഹൈ കംപ്രഷൻ റേഷ്യോ ഉള്ള വണ്ടിയാണ്. അതായത് 10.5:1 എന്ന കംപ്രഷൻ റേഷ്യോയുടെ മേലേക്ക് കംപ്രഷൻ റേഷ്യോ ഉള്ള ഏത് വണ്ടിയാണെങ്കിലും അത് ഹൈ കംപ്രഷൻ റേഷ്യോ ഉള്ള വണ്ടിയാണ്. അപ്പം അങ്ങനത്തെ വണ്ടികൾക്ക് മാനുഫാക്ചറേഴ്സ് കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നൊരു പെട്രോൾ എന്ന് പറയുന്നത് 95 ഒക്ടേനാണ്. സാധാരണ 91 ഒക്ടേൻ അതിൽ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ എൻജിൻ അതിനകത്തൊരു നോക്കിംഗ് ഒക്കെ വരികയും, അതുകൊണ്ട് ആ നോക്കിങ് വരുന്നത് എൻജിൻ ഡിറ്റക്റ്റ് ചെയ്തിട്ട് അതിന് സ്പാർക്ക് ടൈമിങ്സിൽ ഡിലേ വരുത്തും. അതുകൊണ്ട് നാച്ചുറലി അതിൻ്റെ ഫ്യൂൽ എഫിഷ്യൻസി കുറയും. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന വണ്ടി ഒരു ഹൈ പെർഫോമൻസ് വണ്ടി അല്ലേ, ഹൈ കംപ്രഷൻ റേഷ്യോ ഉള്ളൊരു വണ്ടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടും 95 ഒക്ടേൻ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. 91 അത് ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. നിങ്ങളുടെ വണ്ടിയുടെ ഹൈ കംപ്രഷൻ റേഷ്യോ ഉള്ള വണ്ടിയാണോ എന്ന് അറിയാനായിട്ട് നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ വണ്ടിയുടെ മാനുവലിൽ നോക്കുമോ, അല്ലെങ്കിൽ നിങ്ങളുടെ കംപ്രഷൻ റേഷ്യോ എത്രയാണെന്ന് ഗൂഗിളിൽ നോക്കുക വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങളുടെ വണ്ടി ഹൈ കംപ്രഷൻ റേഷ്യോ ഉള്ളൊരു വണ്ടിയാണോ അല്ലയോ എന്ന്. അതനുസരിച്ച് മാത്രം നിങ്ങൾ ഫ്യൂവൽ യൂസ് ചെയ്യുക. അങ്ങനെ ഫ്യൂവൽ യൂസ് ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ മൈലേജിൽ കുറച്ചൊക്കെ വ്യത്യാസം വരും, കുറച്ച് സ്മൂത്ത്നെസ്സും കിട്ടും വണ്ടി ഓടിക്കാനായിട്ട്.